കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്നാനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമ്മൾ അയോധ്യാകാന്ഡം ആ സർഗം 6 കഴിഞ്ഞുല്ലോ. അപ്പം അതിൽ നമ്മൾ ചിത്രകൂടം കാണിച്ചു കൊടുത്തു. അങ്ങനെ അത് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ മരാമരാന്ന് ജപിച്ചിട്ട് വാൽമീകിയായതും മരാമരാന്ന് ജപിക്കാൻ ഉപദേശിച്ചും വാൽമീകിയായതും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അല്ലേ. അപ്പോൾ ആ ഭാഗം ഒന്ന് എഴുത്തച്ഛൻ്റെ വായിക്കാം. ആ മരാമരാന്ന് ഉപദേശിക്കണത് തൊട്ടോ. പിന്നെ ഇത്തമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരേത്യവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം. ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇത്തമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റം മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരുമന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശു നാകൂതരാൽ. വൽമീകമധ്യതോ നിന്നു ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ. വാൽമീകിയം മുനി ശ്രേഷ്ഠൻ ഭവാൻ ബഹൂലാംനായ വേദിയായി ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും. അന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമ ഞാനിങ്ങനെ ആയ്ച്ചമഞ്ഞിടിനേൻ ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും. വന്നീതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലാനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ. കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപൂണ ത്രിദശകുലപതേ. ഈ ചിത്രകൂടത്തിലേക്ക് അവിടെ ഉപദേശിക്കണതാണ് കേട്ടോ. സീതയാ സാർദ്ധം വസിപ്പതീനായൊരു മോദകരസ്ഥലം കാട്ടിത്തരൂവൻ ഞാൻ. പോന്നാലുമെന്നെഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യ പരിവൃതനാം മുനി. ചിത്രകൂടാചല ഗംഗയോരന്തരാ ചിത്രമായോരുടജം തീർത്തു മാമുനി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമക്ഷി വിമോഹനമായി 2 ശാലയും നിർമ്മിച്ചവിടെ ഇരിക്കുന്നരുൾ ചെയ്തു. മന്മഥ തുല്യൻ ജനഗജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരൂപീടിനൻ രാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ. ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ഇന്ദ്രൻ ശചീദേവിയോടൊത്ത് സ്വർഗത്തിൽ വസിക്കണ പോലെ ചിത്രകൂടത്തിൽ ഭഗവാൻ ലക്ഷ്മണ സീതാസമേതനായി വസിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ നിർത്തി. അപ്പം നമുക്കിനി അയോധ്യാകാന്ഡം 7ാം സർഗത്തിലേക്ക് കടക്കാം. 7ാം സർഗത്തിൽ ഈ രാജാവ് തൻ്റെ ഈ ശാപത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ദുഃഖിച്ച് ദേഹം വെടിഞ്ഞതും ദശരഥൻ ദേഹം വെടിഞ്ഞതും അതായത് മരിച്ചതും പിന്നെ അതൊക്കെ അപ്പോഴേക്കും ഭരതൻ കേകരാജിൽ നിന്ന് മടങ്ങി വരണതും ഒക്കെയാണ് ഈ 7ാം സർഗത്തിൽ. അപ്പോൾ നമുക്ക് 7ാം സർഗത്തിലേക്ക് കടക്കാം. ശ്രീ മഹാദേവ ഉവാച. ശിവൻ പാർവതിയോട് പറയണതായിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് 1ഉം 2ഉം വായിക്കാം. സുമന്ത്രോപി തദായോധ്യാം ദിനാന്തേ പ്രവിവേശഃ
വസ്തേന മുഖമാചാര്യ ബാഷ്പാകുലിതലോചനഃ ബഹിരേവ രഥം സ്ഥാപ്യ രാജാനം ദൃഷ്ടുമായയൗ ജയശബ്ദേന രാജാനം സ്തുത്വാ തം പ്രണനാമഃ. സുമന്ത്രഃ അഭി, സുമന്ത്രരും ബാഷ്പാകുലിതലോചനഃ, അതായത് സുമന്ത്രരുടെയും കണ്ണ് നിറഞ്ഞു ഭഗവാനെ വിട്ടിട്ട് വരുമ്പോഴേ. അതാണ് ബാഷ്പാകുലിതലോചനായി സുമന്ത്രരുടെ. സുമന്ത്രരുടെ കണ്ണൊക്കെ നിറഞ്ഞ് വസ്ത്രേണ മുഖം ആച്ഛാദ്യ, വസ്ത്രം കൊണ്ട്, വസ്ത്രേണ എന്നാണ് കേട്ടോ, വസ്ത്രേണ എന്നല്ല, വസ്ത്രേണ മുഖം ആച്ഛാദ്യ, വസ്ത്രം കൊണ്ട് മുഖമൊക്കെ മറച്ചിട്ട് അത്ര കരച്ചിൽ വന്നേ. ദിനാന്തേ അയോധ്യാം പ്രവേശാഹ, വൈകുന്നേരമായപ്പോഴേക്കും അയോധ്യയിലേക്ക് തന്നെ മടങ്ങിയെത്തി. കഷ്ടം രഥം ബഹി ഏവ സ്ഥാപ്യ, ആ രഥത്തെ പുറത്തന്നെ വെച്ചിട്ട് നിർത്തിയിട്ട് പാർക്ക് ചെയ്തിട്ടേ രാജാനം ദൃഷ്ടും ആയയൗ, അതായത് ദശരഥനെ കാണാനായിക്കൊണ്ട് അകത്തേക്ക് പോയി. ജയശബ്ദേന രാജാനം സ്തുത്വ, രാജാവ് ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് സ്തുതിച്ചിട്ട് തം പ്രണനാമ, ആ രാജാവിനെ പ്രണമിച്ചു. അപ്പോൾ ശിവൻ ശ്രീ പാർവതിയോട് പറയുകയാണ്, ഈ സുമന്ത്രര് രാമനെ ഇങ്ങനെ ഈ ഗംഗാതീരത്തിൽ വിട്ടതിന് ശേഷം അവിടെ നിന്ന് അയോധ്യയിലേക്ക് തന്നെ പൊക്കോളാൻ പറഞ്ഞു രാമനെ. അപ്പോൾ അതായത് പിന്നെ ഈ ഗംഗാതീരത്ത് വെച്ചിട്ട് തന്നെ പൊക്കോളാൻ പറഞ്ഞു. അതായത് ഈ ഗുഹൻ കടത്തിയിലോ പിന്നെ എന്താണ് ഗംഗാതീരം. അപ്പോൾ ആ ഗുഹൻ്റെ തോണിയിൽ കയറിയപ്പോൾ തന്നെ സുമന്ത്രരോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ സുമന്ത്രരുടെ കണ്ണ് നിറഞ്ഞും കൊണ്ട് ആ പിന്നെ എന്താണ് മുഖമൊക്കെ വസ്ത്രം കൊണ്ട് മറച്ചിട്ട് അപ്പം തന്നെ മടങ്ങി അയോധ്യയിലേക്ക്. സന്ധ്യയാകുമ്പോഴേക്കും അയോധ്യയിലെത്തി. അപ്പോൾ തേര് ആ പുറത്തന്നെ, രാജധാനിയുടെ പുറത്തന്നെ നിർത്തിയിട്ട് വേഗം രാജാവിനെ കാണാനായിട്ട് അകത്തേക്ക് പോയിട്ട്, അപ്പോൾ രാജാവിനെ കാണുമ്പോൾ ജയ് മഹാരാജ് എന്ന് പറയണമെന്നൊക്കെ അവർക്ക് നിയമം ഉണ്ടാവും എപ്പോഴും. അങ്ങനെ ജയ് മഹാരാജ് എന്നൊക്കെ പറഞ്ഞ് രാജാവിനെ സ്തുതിച്ച് നമസ്കരിച്ചു. അതല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ സുമന്ത്രർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ, പറഞ്ഞത് കേൾക്കാനല്ലേ പറ്റുള്ളൂ. ദുഃഖം ഉണ്ടെങ്കിലും ശ്രീരാമനെ അവിടെ വിട്ടിട്ട് വന്നു. അതാണ് ഇപ്പോൾ എന്താണ് ശിവൻ ശ്രീപാർവതിയോട് പറയുകയാണ് കഥ. ശ്രീ മഹാദേവ ഉവാച സുമന്ത്രോപി തദായോധ്യം ദിനാന്തേ പ്രവിവേശഃ വസ്ത്രേണ മുഖമാച്ഛാദ്യ ബാഷ്പാകുലിതലോചന ബഹിരേവ രഥം സ്ഥാപ്യ രാജാനം ദൃഷ്ടുമായയൗ ജയശബ്ദേന രാജാനം സ്തുത്വാ തം പ്രണനാമഃ. അങ്ങനെ അത് കഴിഞ്ഞു. ഈ മൂന്നാമത്തെ 4 കൂടിയിട്ടാണ്, 3ഉം 4ഉം. തതോ രാജാ നമന്തം തം സുമന്ത്രം വിഹ്വലോബ്രവീദ് സുമന്ത്ര രാമം കുത്രാസ്തേ സീതയാ ലക്ഷ്മണേന ച കുത്ര ത്യക്തസ്ത്വയാ രാമ കിം മാം പാപിനമബ്രവീദ് സീതാ വാ ലക്ഷ്മണോ വാപി നിർദ്ദയം മാം കിമബ്രവീദ്. പാവം ദശരഥന് അത്ര ദുഃഖം. നമന്തം സം സുമന്ത്രം, അങ്ങനെ നമസ്കരിച്ച് കിടക്കുന്ന ആ സുമന്ത്രരോട് വേഗം രാജാവിനെ കണ്ടപ്പോൾ ജയ് മഹാരാജ രാജാവിനെ കണ്ടപ്പോൾ നമസ്കരിച്ചു. ആ നമസ്കരിച്ച് കിടക്കുന്ന ആ സുമന്ത്രരോട് എന്ത് പറഞ്ഞു? തതഹ വിഹ്വലഹ രാജ അബ്രവീദ്, അങ്ങേയറ്റം ദുഃഖിതനായിട്ടുള്ള രാജാവ് പറഞ്ഞു, സുമന്ത്ര സീതയ ലക്ഷ്മണേന ച രാമഃ കുത്ര ആസ്തേ. ഹേ സുമന്ത്രരെ, സീതാ ലക്ഷ്മണ സമേതനായിട്ടുള്ള രാമൻ എവിടെ ഇപ്പോൾ? ത്വയാ രാമഃ കുത്ര ത്യക്ത, നീ രാമനെ എവിടെയാണ് കൊണ്ട് ത്യജിച്ചത്, കളഞ്ഞു വന്നത്? നീ എവിടെ രാമനെ കളഞ്ഞു വന്നത്? ത്വയാ രാമഃ കുത്ര ത്യക്ത, നീ എവിടെ കളഞ്ഞു എന്ന്? പാപിനം മാം കിം അബ്രവീദ്, പാപിയായിട്ടുള്ള എന്നോട് എന്ത് പറയാനാണ് പറഞ്ഞത്? ശ്രീരാമൻ എന്നോട് എന്തെങ്കിലും പാപിയായിട്ടുള്ള എന്നോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞോ ചോദിക്കുകയാണ്. സീതാ വാ ലക്ഷ്മണഃ വാ നിർദ്ദയം മാം കിം അബ്രവീദ്, സീതയോ ലക്ഷ്മണനോ എന്നെ നിർദ്ദയനായ എന്നോട് എന്താ എന്നെ പറ്റി അല്ലെങ്കിൽ എന്നോട് പറയാൻ എന്താണ് പറഞ്ഞത്? ശ്രീരാമനോ സീതയോ ലക്ഷ്മണനോ ഈ പാപിയും നിർദ്ദയനുമായിട്ടുള്ള എന്നോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞോ ചോദിക്കുകയാണ്. അതായത് നമസ്കരിച്ച് കിടക്കണം അല്ലെങ്കിൽ നമസ്കരിച്ച് നീട്ട ആ സുമന്ത്രരോടാണ് രാജാവ് ചോദിക്കുകയാണ്, ഹേ സുമന്ത്രരെ, സീതാലക്ഷ്മണ സഹിതനായിട്ടുള്ള രാമൻ ഇപ്പം എവിടെയാ? നീ രാമനെ എവിടെ കൊണ്ടുപോയി വിട്ടു? ഈ പാപിയും പിന്നെ എന്താ പറയുക നിർദ്ദയനുമായിട്ടുള്ള എന്നോട്
രാമനോ ലക്ഷ്മണനോ സീതയോ എന്തെങ്കിലും പറയാനായിട്ട് നിന്നോട് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തതോ രാജാ നമന്തം തം സുമന്ത്രം വിഹ്വലോബ്രവീത് സുമന്ത്ര രാമകുത്രാസ്തേ സീതയാ ലക്ഷ്മണേന ച കുത്ര ത്യക്തസ്ത്വയാ രാമ കിം മാം പാപിനമബ്രവീത് സീതാ വാ ലക്ഷ്മണോ വാപി നിർദ്ദയം മാം കിമബ്രവീത്. ഹാ രാമ, അഞ്ചാമത്തെ, ഹാ രാമ ഹാ ഗുണനിധേ ഹാ സീതേ പ്രിയവാദിനി ദുഃഖാർണവേ നിമഗ്നം മാം മ്രിയമാണം ന പശ്യസി. പാവം ശ്രീരാമനോടെ ഇല്ല, എന്നാലും ശ്രീരാമനെ വിളിച്ച് കരയാണ്. ദുഃഖാർണവേ, ദുഃഖ സമുദ്രത്തിൽ നിമഗ്നം മുങ്ങിക്കിടക്കുന്ന, നിമഗ്നം ശ്രിയമാണം മാം, ഞാൻ ദുഃഖസമുദ്രത്തിൽ മുങ്ങി മരിക്കാറായിട്ട് കിടക്കുന്ന എന്നെ ന പശ്യസി, നീ കാണുന്നില്ലയോ. ഹാ രാമ വിളിക്കണ, ഹാ രാമ ഹാ ഹേ സീതേ, ഈ ദുഃഖസമുദ്രത്തിൽ മരിക്കാൻ റെഡിയായിട്ടിരിക്കണ എന്നെ നിങ്ങൾ കാണുന്നുണ്ടോ? കാണില്ലല്ലോ ചോദിക്കുകയാണ്. കാണുന്നില്ലയോ എന്ന് പറയണം. നിങ്ങൾക്ക് കാണാണ്ടോ എന്നെ? ഞാനിപ്പോൾ ദാ ദുഃഖസമുദ്രത്തിൽ മുങ്ങി മരിക്കാൻ പോവുകയാണെന്ന് പറയാം. അത്ര ദുഃഖം. ഹാ രാമ ഹാ ഗുണനിധേ ഹാ സീതേ പ്രിയവാദിനി ദുഃഖാർണവേ നിമഗ്നം മാം മ്രിയമാണം ന പശ്യസി, എന്നെ കാണുന്നില്ലയോ എന്ന് ചോദിക്കുകയാണ്. വിലപ്യൈവം ചിരം രാജാ നിമഗ്നോ ദുഃഖസാഗരേ ഏവം മന്ത്രീരുദന്തം പ്രാഞ്ജലിർവാക്യമബ്രവീത്. ഏവം ചിരം വിലപ്യ, ഇങ്ങനെ കുറേ നേരം കരഞ്ഞിട്ട് രാജ ദുഃഖസാഗരെ നിമഗ്നം, ദുഃഖ സമുദ്രത്തിൽ മുങ്ങിയിരിക്കുന്നവനായിട്ട് ഏവം രുദന്തം, ഇങ്ങനെയും പിന്നെയും കരയുന്ന ആ രാജാവിനോട് മന്ത്രി പാഞ്ജലിഹി വാക്യം അബ്രവീത്, കയ്യ് കൂപ്പിയും കൊണ്ട് സുമന്ത്രർ ഇപ്രകാരം പറഞ്ഞു. അതായത് ഇങ്ങനെ ദുഃഖസമുദ്രത്തിൽ മുങ്ങി പിന്നെ എന്താണ് ദുഃഖസമുദ്രത്തിൽ മുങ്ങി ഇപ്രകാരം ചോദിക്കുന്ന രാജാവിനോട് സുമന്ത്രർ കൈകൂപ്പിയിട്ട് ഇപ്രകാരം പറഞ്ഞു. വിലപ്യൈവം ചിരം രാജാ നിമഗ്നോ ദുഃഖസാഗരേ ഏവം മന്ത്രി രുദന്തം തം പ്രാഞ്ജലിർവാക്യം അബ്രവീത്. അതായത് കൈ കൂപ്പിയും കൊണ്ട് രാജാവിനോട് മറുപടി പറയാണ്. ആരാ? സുമന്ത്രരേ. രാമസീതാച സൗമിത്രിർമയാ നീതാ രഥേന തേ ശൃംഗവേരപുരാഭ്യാസേ ഗംഗാകൂലേ വ്യവസ്ഥിത. അപ്പോൾ എവിടെയാണ് താൻ വിട്ടത് വെച്ചാൽ ഗംഗാതീരത്തല്ലേ വിട്ടത്. അപ്പം അതല്ലേ പറയാൻ പറ്റുള്ളൂ, അത് അവിടെ വിട്ടു എന്ന് പറയണം. രാമ സീതാ സൗമിത്രി രാമനും സീതയും ലക്ഷ്മണനും തേ രഥേന മയാ നീതാഹ, ഈ രഥത്തിൽ ഇരുത്തി ഞാൻ കൊണ്ടുപോയില്ലോ. ശൃംഗിവേരപുരാഭ്യാസേ ഗംഗാകുലേ വ്യവസ്ഥിത, ശൃംഗിവേരപുരത്തിന് അടുത്ത് ഗംഗാതീരത്തിൽ അവിടെ ഇരുന്നു അവർ. എന്താ പറയണ സുമന്ത്രരെ? രാമനെയും സീതയും ലക്ഷ്മണനെയും ഞാൻ അങ്ങയുടെ ഈ തേരിലിരുത്തിക്കൊണ്ട് ഞാൻ പോയി കാട്ടിലേക്ക്. എന്നിട്ട് ശൃംഗിവേരപുരത്തിൻ്റെ സമീപത്ത് ആ ഗംഗാനദി ഒഴുകുന്നുണ്ട്. ആ ഗംഗാനദി തീരത്ത് ഞാൻ അവരെ ഇറക്കി, അവിടെ അവരിരുന്നു. രാമ സീതാജ സൗമിത്രിർമയാ നീതാ രഥേന തേ ശൃംഗവേരപുരാഭ്യാസേ ഗംഗാകൂലേ വ്യവസ്ഥിതാഹ. ഇനി 8. ഗൃഹേന കിഞ്ചിദാനീതം ഫലമൂലാധികം ചയത് സ്പൃഷ്ട്വാ ഹസ്തേന സംപ്രീത്യ നാഗ്രഹിദ്വിസസർജ തത്. ഗൃഹേന യത് അല്ല ഗുഹേന എന്നാണ് കേട്ടോ, ഗുഹേന യത് ഫലമൂലാധികം കിഞ്ചിത് ആനീതം. ഗുഹനാൽ കുറച്ച് പിന്നെ എന്താണ് പഴങ്ങളും കിഴങ്ങുകളൊക്കെ കൊണ്ടുവന്നു. ഗുഹൻ കൊണ്ടുവന്നതാ അല്ല, ഗുഹനാൽ കൊണ്ടുവരപ്പെട്ടുവോ. സംപ്രീത്യ ഹസ്തേന സ്പൃഷ്ട്വ, അതൊക്കെ കൈകൊണ്ട് സ്പർശിച്ചിട്ട് ഗ്രഹിച്ചില്ല. തദ് വിസസർജ, അതിനെ ഉപേക്ഷിച്ചു. അപ്പോൾ ഉണ്ടായത് പറയാണ്. അവിടെ ഞാൻ ഇറക്കിയപ്പോൾ അവിടെ ഗംഗാതീരത്തിരിക്കുമ്പോൾ
ഈ ശൃംഗിവേരപുരത്തെ പിന്നെ എന്താണ് രാജാവായിട്ടുള്ള, രാജാവ് വെച്ചാൽ ഈ ബിര രാജാവ് എന്നർത്ഥം, കാട്ടാള എന്താണ് പിന്നെ കാട്ടാള രാജാവാണല്ലോ. അവിടെ ഗുഹൻ കുറേ ഫലങ്ങളും കിഴങ്ങുകളും പിന്നെ പഴങ്ങളും കിഴങ്ങുകളൊക്കെ കൊണ്ടുവന്ന് രാമന് കാഴ്ചവെച്ചു, രാമൻ്റെ മുമ്പിൽ വെച്ചു. അവനെ അത് വേഗം കൈകൊണ്ട് തൊട്ടു, അതായത് സ്വീകരിച്ചു എന്ന് കാണിച്ചു ഗുഹനോട്. ഗുഹൻ വളരെ ഭക്തിയോട് കൂടിയിട്ട് ഫലമൂലാദികൾ കൊണ്ട കൊടുത്തപ്പോൾ ഗുഹന് സന്തോഷമാവണമല്ലോ. അപ്പം ആ സന്തോഷം ഗുഹനെ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അംഗീകരിച്ചതായിട്ട് ഭാവിച്ചു. പക്ഷേ ഒന്നും തിന്നില്ല, എല്ലാം ഉപേക്ഷിച്ചു, ഒന്നും ഭക്ഷിച്ചില്ല. പക്ഷേ അംഗീകരിച്ചു, അത് സ്വീകരിച്ചു. അതായത് ഗുഹന് വിഷമാവരുതെന്ന് വെച്ചിട്ട് ഗുഹൻ കാഴ്ചവെച്ച ഫലമൂലാദികളൊക്കെ അംഗീകരിച്ച് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ട് അതൊന്നും തിന്നില്ല എന്ന് പറയുകയാണ്. അതാണ്. ഇനിയോ ഗുഹേന കിഞ്ചിദാനീതം, ആനീതം കൊണ്ടുവരാ, ഗുഹനാൽ കൊണ്ടുവരപ്പെട്ട ഫലമൂലാധികം ജയത് സ്പൃഷ്ട്വാ ഹസ്തേന സംപ്രീത്യ, വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ തൊട്ട് സ്വീകരിച്ചിട്ട് നാഗ്രഹി വിസസർജതത്, ഒന്നും കഴിച്ചില്ല. ഇനിയോ പിന്നെ പറയാണ്, എന്നിട്ട് ജട കെട്ടി എന്നൊക്കെ പറയാണ്. ജട പിന്നെ അപ്പോഴാണല്ലോ ഗുഹൻ ഈ ആലിൻ്റെ പാല് എടുത്തു കൊടുത്തു. എന്നിട്ട് അതുകൊണ്ടാണല്ലോ ജട ചുരുട്ടി കെട്ടിയതേ. അപ്പോൾ 9ഉം 10ഉം വടക്ഷീരം സമാനായ ഗുഹേന രഘുനന്ദന ജടാ മുകുടമാബാധ്യ മാമാഹ നൃപതേ സ്വയം സുമന്ത്രബ്രൂഹി രാജാനം ശോകസ്തേസ്തു ന മൽകൃതേ സാകേതാധികം സൗഖ്യം വിപിനേ നോ ഭവിഷ്യതി. രഘുനന്ദനഃ ഗൃഹേന വടക്ഷീരം സമാനായ ഗുഹേന, അതായത് രഘുനന്ദന ഗുഹേന വടക്ഷീരം സമാനായ, അതായത് ശ്രീരാമൻ ഗുഹൻ കൊണ്ടുവന്ന ഈ ആലിൻ്റെ പാല്, അതായത് ആലിൻ്റെ ആ തടി വെട്ടുമ്പോൾ അങ്ങനെ വെളുത്തൊരു ലിക്വിഡ് വരും, അതാണ് ഈ എന്താ പറയുക, ഈ റബ്ബറിൻ്റെയൊക്കെ പാല് പോലെ തന്നെ നല്ല വെളുത്ത ഒരു ലിക്വിഡ് ആലിൻ്റെയൊക്കെ ആ തടി പിന്നെ മുറിച്ചാൽ ഇങ്ങനെ വരിക. ആ പാല് കൊണ്ടുവന്നിട്ട് ഗുഹനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, ഇങ്ങനെ വടക്ഷീരം സമാനായ കൊണ്ടുവരിച്ചിട്ട് ഗുഹനോടത് കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവന്നിട്ട്, അതായത് ശ്രീരാമൻ ഗുഹനെ കൊണ്ട് ഈ വടക്ഷീരം എന്ന് പറയും, ആലിൻ്റെ പാല് അല്ലെങ്കിൽ കറ, ആലിൻ്റെ കറ വരാൻ പറഞ്ഞിട്ട് ജടാമുകുടം ആബദ്ധ്യ, ആ ജടയാകുന്ന കിരീടത്തെ കെട്ടിയിട്ട് നൃപതേ, ഹേ രാജാവേ, സ്വയം മാം ആഹ, അതെ തന്നെത്താൻ പറഞ്ഞു, സുമന്ത്ര രാജാനം ബ്രൂഹി, ഹേ സുമന്ത്ര രാജാവിനോട് പറയൂ, എന്തെങ്കിലും പറഞ്ഞോ ചോദിച്ചുല്ലോ, അതാണ് രാജാവിനോട് പറയൂ, തേ ശോക മൽകൃതേ ന അസ്തു, അങ്ങ് എന്നെക്കുറിച്ച് ദുഃഖിക്കരുത് എന്ന് പറയാൻ പറഞ്ഞു എന്നോടെന്ന്. അതായത് ജടയൊക്കെ വടക്ഷീരം കൊണ്ട് അല്ലെങ്കിൽ ആലിൻ്റെ കറോണ്ട് ജടയൊക്കെ ഒരു കിരീടം പോലെ തലമുടി ജട പിടിപ്പിച്ച് കെട്ടിവെച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, അച്ഛനോട് പറയൂ, പിന്നെ തേ ശോക മത്കൃതയെന്ന അസ്തു, എന്നെ ചിന്തിച്ച് ദുഃഖിക്കരുത്, സാകേതാത് അധികം സൗഖ്യം, അയോധ്യയെക്കാളും സുഖമായിട്ട് വിപിനെ ഭവിഷ്യതി, ഞങ്ങൾക്ക് അയോധ്യയെക്കാളും സുഖമായിട്ട് ഞങ്ങൾക്ക് കാട്ടിൽ, അല്ലെങ്കിൽ അയോധ്യയിലുള്ളേക്കാളും സുഖം ഞങ്ങൾക്ക് കാട്ടിലുണ്ടാവും എന്ന് അച്ഛനോട് പറയൂ, അതുകൊണ്ട് എന്നെക്കുറിച്ച് ദുഃഖിക്കരുതെന്ന് പറയുന്നു. പാവല്ലേ. അപ്പോൾ പറയണേ സുമന്ത്രരെ, ആലിൻ്റെ പാല് ആലിൻ്റെ കറ കൊണ്ടുവരുത്തി ജട ഒക്കെ കെട്ടി വെച്ചിട്ട് രാജാവ് എന്നോട് പറഞ്ഞു, ശ്രീരാമൻ എന്നോട് പറഞ്ഞു രാജാവിനോട് പറയാനായിട്ട്, സുമന്ത്ര അച്ഛനോട് പറയൂ, എന്നെക്കുറിച്ച് ഒരിക്കലും അങ്ങ് ദുഃഖിക്കരുത്, കാരണം ഞങ്ങൾക്ക് അയോധ്യയിലുള്ള അത്ര തന്നെ സുഖം ഈ കാട്ടിലുണ്ടാവും എന്ന് പറയാൻ പറഞ്ഞു എന്നോടാണ്. വടക്ഷീരം സമാനായ ഗുഹേന രഘുനന്ദന ജടാമുകുടമാബദ്ധ്യ മാമാഹ നൃപതേ സ്വയം സുമന്ത്രബ്രൂഹി രാജാനം ശോകസ്തേസ്തു ന മൽകൃതേ, എന്നെ ഓർത്ത് ദുഃഖിക്കരുതെന്ന്. സാകേതാധികം സൗഖ്യം, അവിടുത്തേക്കാളും സൗഖ്യം, അല്ലെങ്കിൽ അതിന് അത്ര തന്നെ സൗഖ്യം, വിപിനെ നോ ഭവിഷ്യതി, ഞങ്ങൾക്ക് കാട്ടിലുണ്ടാവും.
11 മാതുർമേ വന്ദനം ബ്രൂഹി ശോകം ത്യജതു മൽകൃതേ. അമ്മോടും പറയണ്ട. ആശ്വാസയതു രാജാനം വൃദ്ധം ശോകപരിപ്ലുതം. മാതുഹു മേ വന്ദനം ബ്രൂഹി, അമ്മയോടും എൻ്റെ വന്ദനം പറയൂ, പാവലെ. മത്കൃതേ ശോകം ത്യജത, എന്നെക്കുറിച്ച് ദുഃഖിക്കരുതെന്നും പറയൂ. വൃദ്ധം ശോകപരിപ്ലുതം രാജാനം ആശ്വാസയതു. എന്നിട്ട് അമ്മോടെ വൃദ്ധനും ദുഃഖിതനുമായിട്ടുള്ള അച്ഛനെ ആശ്വസിപ്പിക്കൂ എന്നും അമ്മോട് പറയാൻ പറഞ്ഞു. അപ്പം എന്താണ്, അമ്മോട് ആദ്യം അമ്മയോടെ എൻ്റെ വന്ദനം അറിയിക്കൂ, അമ്മ എന്നെക്കുറിച്ച് ദുഃഖിക്കരുതെന്ന് പറയൂ, ദുഃഖിതനും വൃദ്ധനുമായിട്ടുള്ള അച്ഛനെ നന്നോണം ശുശ്രൂഷിക്കൂ എന്നുപോലും അമ്മോട് പറയാൻ പറഞ്ഞു. അതായത് ആശ്വസിപ്പിക്കണം, അച്ഛനെ ആശ്വസിപ്പിച്ച് ശുശ്രൂഷിക്കാൻ പറഞ്ഞു. അതുപോലെ അമ്മോടെ ഏൽപ്പിച്ചു. മാതുർമേ വന്ദനം ബ്രൂഹി ശോകം ത്യജതു മൽകൃതേ. ആശ്വാസയതു രാജാനം വൃദ്ധം ശോകപരിപ്ലുതം. വൃദ്ധനും ദുഃഖിതനുമായിട്ടുള്ള രാജാനം, രാജാവിനെ ആശ്വാസയതു, അമ്മ എന്നെ ആശ്വസിപ്പിക്കണം എന്ന്. ഇനി നമുക്ക് 12-13 കൂടി ചരിച്ച് നിർത്താം. സീതാ ചാശ്രുപരീതാക്ഷി മാമാഹ നൃപസത്തമ ദുഃഖഗദ്ഗദയാ വാചാ രാമം കിഞ്ചിദവേക്ഷതി. സാഷ്ടാംഗപ്രണിപാതം മേ ബ്രൂഹി ശ്വശ്രോഃ പദാംബുജേ ഇതി പ്രരുദതി സീത ഗത്വാ കിഞ്ചിദവാങ്മുഖി. പാവം സീതാച്ച അശ്രു പരീതാക്ഷി. സീതയും നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് ദുഃഖഗദ്ഗതയാ വാച, ദുഃഖത്തോടെ പറഞ്ഞു, ഇടറിയ തൊണ്ടയോട് കൂടി പറഞ്ഞു. രാമം കിഞ്ചിത് അവേക്ഷതി, രാമനെ നോക്കിക്കൊണ്ട് നല്ല സീതയ്ക്ക് കണ്ണ് നിറഞ്ഞ് തൊണ്ടയ്ക്ക് ഇടറിയും കൊണ്ട് രാമനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നൃപസത്തമാ, ഹേ രാജശ്രേഷ്ഠ, മാം ഹാഹ, എന്നോട് പറഞ്ഞു, രാജാവേ എന്നോട് നിറഞ്ഞ കണ്ണുകളോടെ, പിന്നെ എന്താ പറയുക, തൊണ്ട ഇടറിക്കൊണ്ട് രാമനെ നോക്കിക്കൊണ്ട്, ഹേ ദശരഥ മഹാരാജാവേ, സീതാദേവി എന്നോട് പറഞ്ഞു, ശ്വശ്രോഹോ പാദാംബുജേ, അതായത് ശ്വശ്രുക്കളെ പറഞ്ഞ ഇൻലോസ് എൻ്റെ പാദാംബുജത്തിൽ ശ്വശ്രുക്കളെ പറഞ്ഞു വെച്ചാൽ ഭർത്താവിൻ്റെ. അപ്പോൾ സീത പിന്നെ എന്താണ്, കണ്ണിൽ ജലം നിറച്ച് ദുഃഖം കൊണ്ട് തൊണ്ടയിടറിക്കൊണ്ട് രാമനെ ഒന്നിങ്ങനെ നോക്കിയും കൊണ്ട് പറഞ്ഞു, ഹേ രാജാവേ, എന്താ പറഞ്ഞ്, ഭർത്താവിൻ്റെ അമ്മയച്ഛന്മാരുടെ പാതാരവിന്ദത്തിൽ ഞാൻ നമസ്കരിച്ചതായിട്ട് അറിയിക്കൂ എന്ന് എന്നോട് പറഞ്ഞു സീത. സീതയാണ് പറഞ്ഞ. സീത എന്താ പറഞ്ഞ്, അതായത് എൻ്റെ ശ്വശ്രുക്കളുടെ, അതായത് ഭർത്താവിൻ്റെ അമ്മയച്ഛന്മാരുടെ പാതാരവിന്ദത്തിൽ എൻ്റെ നമസ്കാരം ഞാൻ ഇതാ നമസ്കരിക്കണതായിട്ട് അറിയിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞു. പാവം നെടുത്ത മുഖം താഴ്ത്തിയിരുന്നു എന്നാണ് നമ്മൾ പറയണത് ഇവിടെ കേട്ടോ, ഈ 2 അപ്പോൾ ഈ 2 ശ്ലോകം കൂടി വായിച്ച് ഞാൻ ഇവിടെ നിർത്താം. 12-13. സീതാ ചാശ്രുപരീതാക്ഷി മാമാഹ നൃപസത്തമാ ദുഃഖഗദ്ഗദയാ വാചാ രാമം കിഞ്ചിദവേക്ഷതി. പാവം സീത. സാഷ്ടാംഗ പ്രണിപാതം മേ, എൻ്റെ സാഷ്ടാംഗ പ്രമാണം അച്ഛനെ അമ്മയെ അറിയിക്കാൻ. ബ്രൂഹി ശ്വശ്രോഃ പദാംബുജേ ഇതി പ്രരുദതി, കരഞ്ഞുകൊണ്ട് സീത ഗദാ കിഞ്ചിദവാങ്മുഖി, അങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് പിന്നെ തല താഴ്ത്തിയിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.